Hey everyone, I'm Dr. Reshna. Welcome back to my channel. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നൈറ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. ഒരു ഡോക്ടർ ആവാം, നഴ്സ് ആവാം, IT പ്രൊഫഷണൽ ആവാം, കോൾ സെന്റർ എംപ്ലോയി ആവാം, അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്ന ഒരാൾ 5 to 8, 6 to 8, 6 to 3, 6 to 2 അങ്ങനെ പല ടൈമിംഗിലായിരിക്കും നിങ്ങളുടെ ഈ ഷിഫ്റ്റ് വരുന്നത്. ആൻഡ് നിങ്ങൾ കുറെ വർഷമായിട്ട് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആളും ആവാം. ശരിക്കും നൈറ്റ് ഷിഫ്റ്റ് ഒരു പ്രോബ്ലം ഒന്നുമല്ല, പക്ഷെ നിങ്ങൾ കുറച്ച് കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാരണം കൂടിയാണ്. നിങ്ങളുടെ സ്ലീപ്പ് ടൈമിംഗ് തന്നെയാണ്. അതായത് നിങ്ങളുടെ ഡ്യൂട്ടി ഇപ്പൊ കഴിയുന്നത് 8 മണിക്കാവാം, അല്ലെങ്കിൽ 6 മണിയാവാം, 3 മണിയാവാം, ഏതെങ്കിലും ഒരു ടൈം ആയിക്കോട്ടെ. After your night duty, you should sleep within 90 minutes. ഒന്നര അല്ലെങ്കിൽ 2 മണിക്കൂർ വിത്തിൻ ദിസ് ടൈം നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കണം. പ്രോബബ്ലി ഒരു ഡാർക്ക് റൂം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ മാസ്ക് ഇട്ടിട്ട് ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ടേക്ക് റെസ്റ്റ്. സ്ലീപ്പ് ഈസ് യുവർ മെഡിസിൻ. ഡോണ്ട് ഡിലേ ഇറ്റ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ട് നോട്ട് ടു ഈറ്റ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ഇൻസ്റ്റന്റ് നൂഡിൽസ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ്, ഷുഗറി സ്നാക്സ് അല്ലെങ്കിൽ ഫ്രൈഡ് ഫുഡ്. ഇതൊക്കെ തികച്ചും അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം ഇതൊക്കെ നിങ്ങളുടെ ഷുഗറിനെ സ്പൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ എനർജി ക്രാഷ് ആണ് ചെയ്യുന്നത്. സോ ഇൻസ്റ്റെഡ് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാം, നട്ട്സ് കഴിക്കാം, ബോയിൽഡ് എഗ് കഴിക്കാം, കേർഡ് കഴിക്കാം, പീനട്സ് കഴിക്കാം. മേക്ക് ഷുവർ നിങ്ങളുടെ ലൈറ്റ് ഫുഡ് ആയിരിക്കണം കഴിക്കേണ്ടത്. സോ ദാറ്റ് നിങ്ങൾക്ക് ബെറ്റർ ഫോക്കസും നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ സ്ലീപ്പിംഗ് ടൈമും ബെറ്റർ ആവും. പിന്നെ കോഫി ഇല്ലാതെ ഒരു നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവത്തില്ല, അല്ലെ? കഫീൻ ആക്ച്വലി ഓക്കെ തന്നെയാണ്, പക്ഷേ ബട്ട് മേക്ക് ഷുവർ യു ടേക്ക് ടിൽ 2 or 3 AM. കാരണം 2 മണി 3 മണി വരെ നിങ്ങൾക്ക് കഴിക്കാം, ബട്ട് ആഫ്റ്റർ 4 മണിക്ക് ശേഷം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കം, നിങ്ങളുടെ എനർജി ഒക്കെ ഡിസ്റ്റർബ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ കോഫിയിലുള്ള കഫീൻ നമ്മുടെ ബോഡിയിൽ 6 to 8 hours സ്റ്റേ ചെയ്യും. സോ അത് നമ്മുടെ ഡേ ടൈം സ്ലീപ്പ് ഡിസ്ട്രോയ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ കോഫി ഓൺലി ടിൽ 2 or 3 AM. പിന്നെ കുറച്ചു പേര് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് വെയിറ്റ് ഗെയിൻ. നൈറ്റ് ഷിഫ്റ്റ് ക്യാൻ കോസ് വെയിറ്റ് ഗെയിൻ ബിക്കോസ് അവിടെ നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റർബ് ആവുന്നതാണ്. കാരണം എന്താ, നമുക്ക് പ്രോപ്പർ ആയിട്ട് സ്ലീപ്പ് കിട്ടുന്നില്ല. സോ ദാറ്റ് അത് നമ്മുടെ ഹോർമോണിനെ ഡിസ്റ്റർബ് ചെയ്യാണ്. ആൻഡ് ഓൾസോ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെയും ഇൻക്രീസ് ചെയ്യും. അങ്ങനെ വെയിറ്റ് ഗെയിന് സാധ്യതയുണ്ട്. ആൻഡ് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ മീൽ ടൈമിംഗ് ഫിക്സഡ് ആക്കുക ആൻഡ് റെഗുലർ വാക്കിംഗ് ആൻഡ് ഗുഡ് സ്ലീപ്പ്. And ചില studies has shown night shift workers are high risk of high BP, high blood pressure, diabetes, heart disease. So അതുകൊണ്ട് തന്നെ you should check your BP and sugar regularly and daily 20 to 30 minutes walking, and you should avoid smoking and excess alcohol. And a one must habit that can change everything is morning sunlight exposure. Daily morning sunlight ഒരു 10 to 15 minutes. So this helps നിങ്ങളുടെ circadian rhythmത്തിനെ റീസെറ്റ് ചെയ്യും, നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും, ഓൾസോ നിങ്ങളുടെ മൂഡും ഇംപ്രൂവ് ചെയ്യും. ആൻഡ് ഒബ്വിയസ്ലി യുവർ സ്കിൻ കെയർ. നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ സ്കിൻ സ്ട്രെസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഡു എ ക്ലെൻസിംഗ് ആഫ്റ്റർ യുവർ ഡ്യൂട്ടി, മോയ്സ്ചറൈസർ ഇടുക, അപ്ലൈ സൺസ്ക്രീൻ ഇൻ ദ മോർണിംഗ്. And most importantly, daily 2 to 3 liters of water. Hydration is your best skincare. And if you are feeling irritable, low mood, exhausted, detached, it's not weakness, അത് actually chronic sleep deprivation ആവാം. So you can take proper off days and seek professional help if needed. Mental health is a part of our health. So before winding up, ideal night shift routine summary: sleep within 90 minutes, light meals, coffee only till 3 AM, morning sunlight, daily walking, hydration, and respect rest days. Consistency is more than perfection. Night shift may be tough, but smart habits make it sustainable. So if this video helped you, please do like, share, and comment. See you all in the next video.